നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നൊരു വിഷയം ഡഫിനെ പറ്റിയിട്ടാണ്. അതായത് ആഡ് ബ്ലൂ. പൊതുവേ ഞാൻ ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇതിൻ്റെ പരസ്യം കാണുന്നുണ്ട്. കാരണം വണ്ടികൾ നിങ്ങൾ അതായത് BS6 വണ്ടികൾക്ക് ആഡ് ബ്ലൂ ഒഴിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഡഫ് കൃത്യമായിട്ട് ഒഴിച്ചിട്ടില്ലാണെങ്കിൽ വണ്ടിക്ക് കംപ്ലൈൻ്റ് ആവുന്നുള്ള കാര്യം ആൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതിൽ കാണുന്ന പരസ്യത്തിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോ കിലോമീറ്റർ ഓടുന്നു, അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞിട്ട് ഓടുന്നു, അങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ കാർബൺ അടിഞ്ഞു കൂടിയിട്ട് വണ്ടീൻ്റെ അത് ക്ലീൻ ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു എന്നുള്ളൊരു പരസ്യം ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എത്രമാത്രമാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം. ഞാൻ ഉപയോഗിക്കുന്നത് ടാറ്റ സഫാരിയാണ്. എൻ്റെ വീട് കണ്ണൂർ മട്ടന്നൂരാണ് സ്വദേശം. പേര് വിനോദ് എന്നാണ്. കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മേലെയായിട്ട് ഞാൻ ഈ വാഹനം ഉപയോഗിക്കുന്നു. 1,07,500 കിലോമീറ്ററോളം വാഹനം ഓടിയിട്ടുണ്ട്. ആ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, എനിക്ക് ഇന്നേ വരെ അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടില്ല. ഇതിൽ നമ്മൾ ഡഫ് ഫില്ല് ചെയ്യുന്ന ടാങ്ക് ഇവിടെയാണ് വരുന്നത്. ഡീസൽ ടാങ്ക് ഇവിടെ പുറത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡഫ് ഫില്ല് ചെയ്യുന്ന ടാങ്ക് നമുക്ക് വരുന്നത് ഈ ഒരു വശത്താണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെയാണ്, ഇതാണ് ഇതിൻ്റെ ടാങ്ക് വരുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കുന്നു. ഇതിന് ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 15 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഓരോ 7,500 കിലോമീറ്ററിലും എന്തുണ്ട്, നമുക്ക് ഇതിന് മൈനർ ചെക്കപ്പ് ഉണ്ട്. അതോടൊപ്പം തന്നെ 15,000 കിലോമീറ്റർ കൂടുന്ന സമയത്ത് മേജർ സർവീസ് ഉണ്ട്. ആ സമയങ്ങളിൽ ഇതിൽ കറക്റ്റായിട്ട് ഡഫ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. അത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഷോറൂമുകാർ അത് ചെയ്യും. അതിനുള്ള പൈസ നമ്മൾ കൊടുത്താൽ മതി. 1,400 ചില്ലാൻ രൂപ എങ്ങനെയാണെന്ന് തോന്നുന്നു വരുന്നത് 15 ലിറ്ററിന്. ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് 960 രൂപ വരുന്നു. ഇപ്പോൾ 1,460 അങ്ങനെ ആ രീതിയിൽ അങ്ങനെ തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നെങ്കിൽ, ആഡ് ബ്ലൂ അല്ലെങ്കിൽ ഡഫ് കൃത്യമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല എന്നെങ്കിൽ വരുന്ന കംപ്ലയിൻറ്റ് എന്നുണ്ടെങ്കിൽ ഒരു 70,000 രൂപ മുതൽ 1,00,000 രൂപേൻ്റെ മേലോട്ട് വരെ വരുന്ന കംപ്ലയിൻറ്റ് അതിൽ വരും. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിക്ക് ഒരു കാരണവശാലും ഇത് ആ ഒരു രീതിയിലേക്ക് പോയിട്ടില്ല. പിന്നെ എപ്പോഴും ഒരു 3 പോയിൻ്റെങ്കിലും ബാക്കിയുള്ള സമയത്ത് അത് ഈ 7,500 കിലോമീറ്റർ സമയത്ത് നമ്മൾ സർവീസിലേക്ക് എത്തുന്നതാണ്. അതുമാത്രമല്ല, ഡഫ് നമുക്കിതിൽ കൃത്യമായിട്ട് നമ്മൾ മീറ്ററിൽ കാണിക്കും. അത് ഈ ഡീസലെല്ലാം കാണിക്കുന്ന പോലെ തന്നെ ഞാനത് കാണിച്ചു തരാം. ഡീസലെല്ലാം ഇതിൽ ഷോർട്ട്, അതായത് അതിൻ്റെ കട്ട കാണിക്കുന്ന പോലെ തന്നെ അതിൻ്റെ മീറ്ററിൽ ഇത് കാണിക്കും. ഇതാണ് അതിൻ്റെ മീറ്റർ വരുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാണാം. ഇതാണ്ട ഡഫ് കാണില്ലേ, ഇപ്പോൾ ഇതിൽ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് സർവീസ് ചെയ്യേണ്ടത് എത്രയാണ്, 1,15,000 കിലോമീറ്ററിലാണ് അടുത്ത മൈനർ 1,12,500 കിലോമീറ്ററിലാണ് അടുത്ത മൈനർ ചെക്കപ്പ് ചെയ്യേണ്ടത്. അതുവരെ എന്തുണ്ട്, ഇത് ഓടും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല ആളുകളും ഇത് വണ്ടി ഓടിക്കുന്നത് അവർ പരസ്യത്തിൽ പറയുന്നൊരു കാര്യം എന്നുണ്ടെങ്കിൽ, വണ്ടി നിങ്ങൾ ലോ കിലോമീറ്റർ ഓടിക്കുന്നു, കാലങ്ങളോളം സ്പീഡ് കുറച്ച് ഓടിക്കുന്നു, അങ്ങനെ വരുന്ന സമയത്താണ് ഇതിൽ കാർബൺ അടിഞ്ഞു കൂടുക എന്നുള്ള കാര്യം. അങ്ങനെ ഒരു അനുഭവം വന്ന ആൾക്കാർ ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നുണ്ടെങ്കിൽ, ഈ വണ്ടി തന്നെ ഇത് റീജനറേറ്റ് ചെയ്യും. അതായത് ഇതിൻ്റെ കാർബൺ ഇത് പുറന്തള്ളുന്നുണ്ട്. അതിനാണല്ലോ ഡഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു 10 കിലോമീറ്റർ ഓടുന്ന ആൾ, ഇയാളാണെങ്കിൽ പോലും ഇവർ ചിലപ്പോൾ ഒരു ലോങ് ഓട്ടെല്ലാം വല്ലപ്പോഴും പോകുമല്ലോ. ആ സമയത്ത് ഇത് 5ാമത്തെ ഗിയറിലേക്കും 6ാമത്തെ ഗിയറിലേക്കും ഇടുന്ന സമയത്തും ഇതിൻ്റെ RPM 2000-ൻ്റെ മേലോട്ട് കയറുന്ന സമയത്തും എന്തുണ്ടാവും, ഈ അടിഞ്ഞു കൂടിയിട്ടുള്ള കാർബൺ പുറന്തള്ളിപ്പോവും. ഞാൻ പറഞ്ഞത് വലിയ രീതിയിൽ കട്ട പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തള്ളിപ്പോകുന്നുള്ള എനിക്കറിയില്ല. കാരണം ഇതിൻ്റെ ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെയൊന്നും അറിയുന്നൊന്നുമല്ല. പക്ഷേ നമ്മൾ ഈ വണ്ടി നോർമലായിട്ട് ഉപയോഗിക്കുന്നു, അതോടൊപ്പം തന്നെ അത്യാവശ്യം ഇടയ്ക്കുള്ള ഒരു ലോങ് പോകുന്നു, നല്ല രീതിയിൽ RPM കയറ്റി കുറച്ച് ദൂരം ഓടിക്കുന്ന സമയത്ത് എന്തുണ്ടാവും, ഇത് ഈ കാർബൺ അടിഞ്ഞു കൂടുന്നൊരു വിഷയം ഇതിന് വരില്ല. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ പറഞ്ഞ പോലെ ഡഫ് തീരാതിരിക്കുക എന്നുള്ളത്. ഡഫ് തീർന്നു കഴിഞ്ഞെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. അതോടൊപ്പം തന്നെ മെയിനായിട്ടുള്ള കാര്യമാണ് ഇതുമാതിരിയുള്ള വണ്ടികൾക്ക്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കാറ് ഇതുമാതിരിയുള്ള വണ്ടികൾക്ക് കമ്പനി പറയുന്ന, ഏത് കമ്പനീൻ്റെ വണ്ടി നിങ്ങൾ BS6-ൻ്റെ വണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ ആ കമ്പനി പറയുന്ന സാധനം തന്നെ, അതായത് ഡഫ് തന്നെ കൃത്യമായിട്ട് ഒഴിക്കണം. അതല്ലാതെ നമ്മളിപ്പോൾ ലോങ്ങെല്ലാം പോകുന്ന സമയത്ത് റോഡ് സൈഡിലെല്ലാം ഡഫെല്ലാം വെച്ച് വിൽക്കുന്ന കാണാം. അങ്ങനെയുള്ള ഡഫുകൾ വാങ്ങി ഉപയോഗിക്കരുത്. കാരണം പ്രീമിയം വണ്ടികൾക്ക് ആ രീതിയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ നമുക്ക് മെക്കാനിക്കൽ തകരാറ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഓക്കെ.